ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുകയാണ്. പോയിന്റ് ടേബിളിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകളുടെ എണ്ണമെടുത്താൽ അതിൽ ഈ 2 ടീമുകളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 4-ൽ ഇടം നേടുക എന്നുള്ളത് 2 ടീമുകൾക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഡൽഹി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർ 5ാമത്തെ പൊസിഷനിലാണ്. ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് 4ലേക്ക് എത്താനായിട്ട് സാധിക്കും. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും ജയത്തിൽ കുറവുള്ള മറ്റൊന്നും തന്നെ ആലോചിക്കുന്നുണ്ടാവില്ല. ഈ മത്സരം നടക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സിന്റെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഒരു ബ്യൂട്ടിയൊക്കെ നമ്മൾ പലപ്പോഴും വർണ്ണിച്ചിട്ടുള്ളതാണ്. നല്ല മനോഹരമായ സ്റ്റേഡിയമാണ്. ഹിമവാന്റെ മടിത്തട്ടിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ തണുപ്പുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ബോൾ സ്വിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു പവർ പ്ലേയുടെ സമയത്ത് 6 ഓവറോ 8 ഓവറോ ഒക്കെ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യും. ആ ഒരു സമയത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു 50 റൺസിനോ 60 റൺസിനോ ഒരു വിക്കറ്റ് എന്നൊക്കെ നിലയിലാണെങ്കിൽ പിന്നീട് വലിയ സ്കോറിലേക്ക് പോകാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഒരു മത്സരത്തിൽ 200-ന് മുകളിലുള്ള സ്കോർ ഇവിടെ വരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റാണ്. പക്ഷെ അപ്പോഴും ഇനീഷ്യലി ആ ബോൾ സ്വിംഗ് ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇരു ടീമുകളുടെയും ബാറ്റർമാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നല്ല പോലെ ആ ഒരു കണ്ടീഷൻസ് മുതലാക്കാനായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന് സാധിച്ചിരുന്നു. പ്രഭ് സിമ്രൻ സിംഗിന്റെ ഒരു മികച്ച ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ അവർ വലിയൊരു സ്കോർ പടുത്തുയർത്തുകയും ചെയ്തിരുന്നു. 91 റൺസാണ് പ്രഭ് സിമ്രൻ സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ നേടിയത്. ആ ഒരു പ്രകടനം ആവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ മികച്ച ഫോമിലാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരും മറ്റുള്ളവരും എല്ലാം തന്നെ. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇതൊരു നല്ല ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ കരുൺ നായർ ആദ്യ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ഫാഫ് ഡു പ്ലസിയാണ്. ഒരു പരിക്കിൽ നിന്ന് മോചിതനായി തിരിച്ചെത്തിയിരിക്കുന്നു. നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു 1 ഡൗൺ പൊസിഷനിൽ ഉണ്ടാവുക അഭിഷേക് പോറലാണ്. അഭിഷേക് പോറൽ വലിയ സ്കോറുകൾ കണ്ടെത്തുന്നില്ലെങ്കിലും കുറച്ച് ബോളുകളിൽ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. 30 റൺസും 25 റൺസും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ KL രാഹുൽ ആയിരിക്കും. KL രാഹുലിന് ഒരു മികച്ച തുടക്കമാണ് ലഭിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള മാച്ചുകളിൽ ഇപ്പോൾ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ത്രിസ്റ്റൻ സ്റ്റബ്സ് അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡറിൽ വന്നിട്ട് ഒരു ഡെത്ത് ഓവറുകളിലൊക്കെ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ത്രിസ്റ്റൻ സ്റ്റബ്സ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്നിംഗ്സ് മികച്ചതായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു നല്ല സ്കോർ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അക്ഷർ പട്ടേലാണ്. അക്ഷർ പട്ടേൽ എവിടെ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ്. 1 ഡൗൺ 2 ഡൗൺ 3 ഡൗൺ ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ബാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നമ്പർ 7 നമ്പർ 8 പൊസിഷനിൽ വരെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. ഒപ്പം തന്നെ ന്യൂ ബോളിൽ ആ ഒരു പവർ പ്ലേയിൽ നല്ലപോലെ ബൗൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് അക്ഷർ പട്ടേൽ. അതുപോലെ തന്നെ നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മയാണ്. അശുതോഷ് ശർമ്മയെ പല മത്സരങ്ങളിലും അവരൊരു ഇമ്പാക്ട് സപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് ആദ്യം തന്നെ 11-ൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു താരമാണ് അശുതോഷ് ശർമ്മ. എന്തുകൊണ്ടാണ് ഒരുപാട് ബാക്കിൽ അദ്ദേഹത്തിനെ ബാറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ടാണ് 130 എന്ന് പറയുന്ന അല്ലെങ്കിൽ 135 എന്നൊക്കെ പറയുന്ന ഒരു സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ അശുതോഷ് ശർമ്മയുടെ ആ ബാക്കിൽ വന്നിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു താരമാണ് വിപ്രജ് നിഗം എന്ന് പറയുന്നത്. വിപ്രജ് നിഗവും നല്ലപോലെ ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്ന താരമാണ്. ലെഗ് സ്പിന്നും നല്ലപോലെ ഹാൻഡി ആയിട്ട് എറിയാൻ പറ്റുന്ന ഒരു താരമാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ആയിരിക്കും. മിച്ചൽ സ്റ്റാർക്കിന്റെ ബോളിംഗ് പ്രകടനത്തിലൂടെ 2-3 മത്സരങ്ങൾ ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. ഇനിയുള്ള മാച്ചുകൾ ക്രൂഷ്യലാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം അവരുടെ പ്രതീക്ഷകൾക്കത്ത് ഉയരുമെന്ന് തന്നെയാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ ദുഷ്മന്ത ചമീരയാണ്. നല്ലൊരു ബോളറാണെന്ന് നമുക്കറിയാം. നല്ല യോർക്കറുകളും സ്ലോവറുകളും ഒക്കെ എറിയാൻ സാധിക്കുന്ന ഒരു ബോളറാണ് ദുഷ്മന്ത ചമീര. നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവാണ്. കുൽദീപ് യാദവിന്റെ പ്രകടനം വളരെ നിർണായകമാണ്. ആദ്യ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കാതെ നല്ലപോലെ വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നത് കൊണ്ടാണ് ഡൽഹിയുടെ ഒരു വഴി ക്ലീനായി കിട്ടിയത്. പക്ഷേ
ഇപ്പോൾ അദ്ദേഹത്തിന് വിക്കറ്റ് നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് ടി നടരാജനെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ടീമിലുണ്ടായിരുന്നെങ്കിലും മഴ മൂലം ആ മത്സരം ഉപേക്ഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ബോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല. ഈ മത്സരത്തിലും നടരാജൻ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സീസണിൽ അദ്ദേഹം കളിച്ചിട്ടില്ല, ഇഞ്ചുറിയുടെ പിടിയിലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം കളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇനി പഞ്ചാബ് കിങ്സിന്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയാൻഷ് ആര്യയും പ്രഭ് സിമ്രൻ സിംഗുമാണ് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. പ്രഭ് സിമ്രന്റെ ഒരു പ്രകടനം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മത്സരത്തിൽ 91 റൺസ് നേടാനായിട്ട് സാധിച്ചിരുന്നു. ഇതേ ഗ്രൗണ്ടിലായിരുന്നു ആ മത്സരം. നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പ്രിയാൻഷ് ആര്യയും അതുപോലെ തന്നെ ഒരു യങ്സ്റ്റർ ആണ്, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ട്. നമ്പർ 3 പൊസിഷനിൽ അവർ കഴിഞ്ഞ മത്സരത്തിൽ പരീക്ഷിച്ചത് ജോഷ് ഇംഗ്ലീഷിനെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മയങ്ക് യാദവിന്റെ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ ഒരു 1 ഡൗൺ പൊസിഷനിൽ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ 1 ഡൗൺ പൊസിഷനിൽ ഉണ്ടാവുക അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യർ ആയിരിക്കും. ആ 1 ഡൗൺ 2 ഡൗൺ പൊസിഷൻ, അതായത് 3ാമത്തെയും 4ാമത്തെയും പൊസിഷൻ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വരാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം നല്ല മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും റണ്ണ് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ നെഹൽ വധേര നല്ലൊരു യങ്സ്റ്റർ ആണ്, നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ നമ്മൾ അശുതോഷ് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളുടെ ഒരാളായിട്ടുള്ള ശശാങ്ക് സിംഗ് ആണ്. എല്ലാ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. ആ ഒരു ലോവർ മിഡിൽ ഓർഡറിൽ വന്നിട്ട് നല്ല പ്രകടനങ്ങളാണ്, ഡെത്ത് ഓവേഴ്സിൽ നല്ലപോലെ റൺ റേറ്റ് ഉയർത്താനായിട്ട് ശശാങ്കിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കസ് സ്റ്റോയിനിസ് ആണ്. മാർക്കസ് സ്റ്റോയിനിസ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു, പിന്നീട് ടീമിൽ നിന്ന് പുറത്തുപോയി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ അസ്മത്തുള്ള ഒമർസായി എന്ന് പറയുന്ന മറ്റൊരു ഓൾറൗണ്ടറാണ്. നല്ല മികച്ചൊരു ഓൾറൗണ്ടറാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താരമാണെന്ന് നമുക്കറിയാം. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഓൾറൗണ്ടറാണ് മാർക്കോ യാൻസൺ. മാർക്കോ യാൻസന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ് ഫ്രണ്ട് ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കണ്ടീഷൻസിൽ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ യുസി ചഹലാണ്. യുസി ചഹൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ പ്രകടനം ഉണ്ടായില്ലെങ്കിലും അതിനു മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം ഹാട്രിക് അടക്കം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും സ്വിംഗ് ബോളറായിട്ടുള്ള അർഷദീപ് സിംഗ് ആണ്. ഈ കണ്ടീഷൻസിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബോളറാണ് അർഷദീപ് സിംഗ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് വൈശാഖ് വിജയകുമാറിനെ ആയിരിക്കുമോ അതോ ഹർപ്രീത് ബ്രാറിനെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചൊരു സ്വിംഗിങ് കണ്ടീഷൻ ആയതുകൊണ്ട്, കുറച്ചൊരു തണുത്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വൈശാഖ് വിജയകുമാറിനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു, അതിൽ വലിയ സ്കോർ നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബാറ്റർമാർക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുൽദീപ് യാദവിന്റെ ബോളിംഗ് ആണ്. കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. പക്ഷേ കഴിഞ്ഞ 2-3 മത്സരങ്ങളായിട്ട് വിക്കറ്റ് നേടാനായിട്ട് കുൽദീപിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ പിന്നോട്ടടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി പഞ്ചാബ് കിങ്സിന്റെ ഒരു ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റർമാരെല്ലാവരും തന്നെ മികച്ച ഫോമിലാണ്. നല്ല തുടക്കം നൽകാനായിട്ട് പ്രിയാൻഷ് ആര്യയ്ക്കും പ്രഭ് സിമ്രൻ സിംഗിനും കഴിയുന്നു. അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ജോഷ് ഇംഗ്ലീഷിനെയും ശ്രേയസ് അയ്യരെയും പോലെയുള്ള ബാറ്റർമാർക്ക് സാധിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശശാങ്ക് സിംഗിന്റെയും അതുപോലെ മാർക്കസ് സ്റ്റോയിനിസിന്റെയൊക്കെ ബാറ്റിംഗ് അവർക്ക് മുതൽക്കൂട്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അർഷദീപും യുസി ചഹലും വിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അർഷദീപ് എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ബൗളറാണ്. യുസി ചഹൽ കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങിപ്പോയെങ്കിലും മറ്റുള്ള മത്സരങ്ങളിലൊക്കെ വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ട് മാറുന്നു. ഈ രണ്ടുപേരുടെയും ഒരു ഫോം എന്ന് പറയുന്നത് അവർക്ക് നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഒരു ഫാന്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ഫാഫ് ഡു പ്ലസിനെ ഞാൻ എടുക്കുകയാണ്, നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്രിസ്റ്റൻ സ്റ്റബ്സിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്, കാരണം ഒരു നല്ല ബാറ്റിംഗ് പിച്ചിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ്. അക്ഷർ പട്ടേലിനെ ഉൾപ്പെടുത്തുന്നു, അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ്. മിച്ചൽ സ്റ്റാർക്കിനെ ഉൾപ്പെടുത്തുന്നു, സ്വിംഗിങ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. കുൽദീപ് യാദവിനെ ഉൾപ്പെടുത്തുകയാണ്, നല്ലൊരു മികച്ച സ്പിന്നർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്താതിരിക്കാനാവില്ല. അതുപോലെ തന്നെ പ്രഭ് സിമ്രൻ സിംഗിനെ ഉൾപ്പെടുത്തുകയാണ്, കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഫോമിൽ ബാറ്റ് ചെയ്ത ബാറ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു. ജോഷ് ഇംഗ്ലീഷിനെ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ്. ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്താതിരിക്കാനാവില്ല, ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ്, അദ്ദേഹത്തിനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. ശശാങ്ക് സിംഗിനെയും ഉൾപ്പെടുത്തുകയാണ്, ചെറിയ നല്ല കോൺട്രിബ്യൂഷൻസ് എപ്പോഴും ചെയ്യുന്ന ഒരു താരമാണ് ശശാങ്ക് സിംഗ്, അദ്ദേഹത്തെയും ഉൾപ്പെടുത്തുകയാണ്. യുസി ചഹലിനെ വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയതുകൊണ്ട് ഉൾപ്പെടുത്തുന്നു. അർഷദീപ് സിംഗിനെയും ഉൾപ്പെടുത്തുകയാണ്. അർഷദീപ് സിംഗിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതൊരു സ്വിംഗിങ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ്.
ഹർഷദീപ് സിംഗ് എന്നുള്ളതാണ്. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് 11, അതുപോലെ തന്നെ ശക്തിയും ദൗർബല്യവും പിന്നെ ഫാന്റസി പിക്കും എന്ന് പറയുന്നത്. രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ്, എസ്പെഷ്യലി ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു മത്സരം കൂടെ തോൽക്കുകയാണെങ്കിൽ 5ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം മത്സരം ജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും ജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു മികച്ച പ്രകടനമായിരിക്കും ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്ന് വരുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.